2025 വേർഷൻ ആയിട്ടുള്ള ബജാജിൻ്റെ ഡൊമിനർ 250ൻ്റെയും 400ൻ്റെയും പുതിയ മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ മോഡലിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, വണ്ടിക്ക് എത്ര പ്രൈസ് കൂടി, നിലവിലെ പ്രൈസ് എത്രയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഡൊമിനറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ വാങ്ങാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് ടൂറിംഗ് മോട്ടോർസൈക്കിളാണ് ഡൊമിനർ 400. ഇറങ്ങിയ സമയത്ത് അത്ര ഒരു റെസ്പോൺസ് കിട്ടിയിട്ടില്ലെങ്കിലും പിന്നെ അങ്ങോട്ടേക്ക് യങ്സ്റ്റേഴ്സിൻ്റെ വരവോട് കൂടി യങ്സ്റ്റേഴ്സ് വണ്ടി ഏറ്റെടുത്ത പോലെയാണ്. പിന്നെ അങ്ങോട്ടേക്ക് വണ്ടിക്ക് നല്ല സെയിൽസും നല്ല റെസ്പോൺസൊക്കെ കിട്ടാൻ തുടങ്ങി. ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൂറിങ്ങിന് ഫോക്കസ് ചെയ്തിട്ടുള്ളത് റോയൽ എൻഫീൽഡ് ബൈക്കുകളായിരിക്കും. എൻഫീൽഡിൻ്റെ ബുള്ളറ്റൊക്കെ ആയിരുന്നു ഒരു സമയത്ത് ഒരുപാട് പേര് ടൂറിങ്ങിനായിട്ട് ലോങ് ട്രിപ്പിനൊക്കെ അടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുള്ളത്. പക്ഷേ ഡൊമിനർ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഡൊമിനറിലേക്ക് പോകാൻ തുടങ്ങി, ഒരുപാട് പേർ വണ്ടി വാങ്ങാൻ തുടങ്ങി. അതേപോലെ തന്നെ ബജാജും റോയൽ എൻഫീൽഡ് ഇട്ട് ഒരു പ്രൊവോക്ക് ചെയ്യുന്ന രീതിക്കുള്ള ആഡ്സൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, പരസ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ബുള്ളറ്റിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു ആനേനെ വെച്ചിട്ടുള്ള പരസ്യം കാര്യങ്ങളൊക്കെ മുമ്പേ അവർ ചെയ്തതാണ്. എൻഫീൽഡിൻ്റെ മോട്ടോർസൈക്കിൾ ആ സമയത്ത് കിടിലാനാണെങ്കിലും അല്ലെങ്കിൽ ലോങ് ട്രിപ്പിനൊക്കെ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ കൂടി നമുക്ക് ക്രൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടോപ്പ് സ്പീഡൊന്നും ബുള്ളറ്റ് അല്ലെങ്കിൽ 350cc റോയൽ എൻഫീൽഡിൽ ബൈക്കിനൊക്കെ കുറവാണ്. പക്ഷേ ഡൊമിനർ എന്ന് പറയുന്നത് ഒരു ക്രൂസറും കൂടിയാണ്. ലോങ് ട്രിപ്പിന് നമുക്ക് ഹൈവേ യൂസിനൊക്കെ ഒരു മടുപ്പില്ലാണ്ട് ഒരു ലോങ് ട്രിപ്പൊക്കെ അടിക്കുമ്പോൾ നല്ലൊരു ടോപ്പ് സ്പീഡിലൊക്കെ റൈഡ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ബജാജിൻ്റെ ഈ ഒരു മോട്ടോർസൈക്കിൾ ഒരു സമയത്ത് തന്നെ അല്ലെങ്കിൽ നല്ലൊരു സെയിൽസ് നല്ലൊരു സക്സസ്സിലേക്ക് പോകാനുള്ള കാരണം. പുതിയ മോഡൽ ബജാജിൻ്റെ പല ഷോറൂമിലും എത്തിയിട്ടുണ്ട്. വണ്ടിക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണെന്ന് നോക്കാം. ഡൊമിനർ 400 വന്ന ഫസ്റ്റ് മാറ്റം വണ്ടീൻ്റെ മീറ്റർ കൺസോളാണ്. പഴയ മീറ്റർ കൺസോൾ മാറ്റിയിട്ട് പുതിയൊരു മീറ്റർ കൺസോൾ കൊടുത്തിട്ടുണ്ട്. ബജാജിൻ്റെ NS 400Zൻ്റെ സെയിം മീറ്റർ തന്നെയാണ് ഇപ്പം കൊടുത്തിട്ടുള്ളത്. ഒരു LCD മീറ്റർ കൺസോളാണ്. അതിൽ ട്രിപ്പ് മീറ്റർ, ഓഡോമീറ്റർ, ടാക്കോമീറ്റർ, ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ടേൺ വിട്ട് നാവിഗേഷനൊക്കെ ഉണ്ട്. പിന്നെ വണ്ടീൻ്റെ സ്വിച്ചസിലൊക്കെ മാറ്റമുണ്ട്. കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള സ്വിച്ചസ് ആണ് ഇപ്പോൾ അവർ പുതിയ മോഡലിന് കൊടുത്തേക്കുന്നത്. അടുത്ത മാറ്റം വണ്ടീൻ്റെ ഹാൻഡിലിങ്ങിലാണ്. ഹാൻഡിൽ കുറച്ചും കൂടി ഷോർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ടൂറിംഗ് മോട്ടോർസൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഹാൻഡിലിങ്ങിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹാൻഡിൽ കുറച്ച് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ റൈഡിന് കുറച്ചും കൂടി ഒരു മാറ്റം ഫീൽ ചെയ്യും. നല്ലൊരു കംഫർട്ടായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന റൈഡിംഗ് പോസ്റ്ററാണ് നമ്മുടെ ഡൊമിനറിൻ്റേത്. പിന്നെ വണ്ടീൻ്റെ ലഗേജ് കാരിയറൊക്കെ അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സീറ്റിങ്ങിൽ അവർ പുതുതായിട്ട് മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഒരു സ്പ്ലിറ്റ് സീറ്റാണ്, നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റാണ്. ലോങ് ട്രിപ്പിന് അല്ലെങ്കിൽ പില്ലൻ കംഫർട്ടിലൊക്കെ നല്ല സീറ്റാണ്. ഫ്രണ്ടിൽ ഒരു UHD ഫോക്കും ബാക്കിൽ പ്രീലോഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിലിറ്റി ഉള്ള മോണോ ഷോക്കാണ്. ഫ്രണ്ടിലും ബാക്കിലും ABS ആണ്. ബ്രേക്കിങ്ങിന് അവർ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അടുത്ത മാറ്റം വണ്ടീൻ്റെ ഒരു ഫീച്ചേഴ്സിലാണ്. വണ്ടിക്ക് പുതിയൊരു റൈഡ് ബൈ വയർ ആയിട്ടുള്ള ത്രോട്ടിൽ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പഴയ മോഡൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു അപ്ഡേറ്റ് ആണ്. ഇനി ആക്സിലേറ്റർ കേബിൾ പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് സെൻസർ കൺട്രോൾ ചെയ്തിട്ടുള്ള റൈഡ് ബൈ വയർ ആയിട്ടുള്ള ത്രോട്ടിലാണ്. അതുപോലെ തന്നെ വണ്ടിക്ക് ഒരു 4 റൈഡിംഗ് മോഡ്സും കൂടി പുതുതായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ റോഡ്, റെയിൻ, ഓഫ് റോഡ്, സ്പോർട്സ് എന്നുള്ള ഒരു 4 റൈഡിംഗ് മോഡ്സാണ്. ഓരോ മോഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വണ്ടിൻ്റെ ABSൽ മാറ്റം ഉണ്ടാവും. ഓഫ് റോഡ് ആണെങ്കിൽ ABS മൊത്തമായിട്ട് ഓഫ് ആവും, ബാക്ക് ABS. റെയിൻ മോഡ്, സ്പോർട്സ് മോഡ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ABS ആയിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്. വണ്ടീൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ എഞ്ചിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. ഒരു സെയിം എഞ്ചിൻ തന്നെയാണ്. 373cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾ എഞ്ചിനാണ്, TOS എഞ്ചിനാണ്. പഴയ ഓൾഡ് മോഡൽ ഡ്യൂക്ക് 390ൻ്റെ സെയിം എഞ്ചിൻ തന്നെയാണ്. 373cc എഞ്ചിനാണ്. ഇതിലെ മാക്സിമം പവർ 39.4 bhp ആണ്. 8800 RPMലാണ് ജനറേറ്റ് ചെയ്യുന്നത്. മാക്സിമം ടോർക്ക് 35 Nm ആണ്. അത് 6500 RPMലാണ് ജനറേറ്റ് ചെയ്യുന്നത്. 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് വണ്ടി. പുതിയ ഓർബിറ്റ് എമിഷൻ കൺട്രോൾ ചെയ്തിട്ടുള്ള പുതിയ എഞ്ചിനാണ് 250ൻ്റെയും 400ൻ്റെതും. വേറെ വണ്ടീൻ്റെ എഞ്ചിൻ്റെ പവറിലോ ടോർക്കിലൊന്നും ഒരു മാറ്റമില്ല. അപ്പോൾ 2026 ചിലപ്പോൾ ആ ഒരു പുതിയ ഡ്യൂക്കിൻ്റെ എഞ്ചിൻ വെച്ചിട്ട് 399cc എഞ്ചിൻ വെച്ചിട്ടുള്ള ഡൊമിനർ വരാൻ സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെയാണ് ഡൊമിനർ 250ക്കും അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. വണ്ടി കാണാൻ ഡൊമിനർ 400 പോലെ തന്നെയാണെങ്കിലും എഞ്ചിനിൽ മാറ്റമുണ്ട്. പിന്നെ റൈഡ് ബൈ വയർ ആയിട്ടുള്ള ത്രോട്ടിൽ സിസ്റ്റമാണ്. 4 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. ഡൊമിനർ 250ൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് 1,92,200 രൂപയാണ്. ഓൺ റോഡ് പ്രൈസ് ഒരു 2,25,000 to 30,000 ഡൊമിനർ 400ന് 2,39,000 രൂപയാണ് ഡൽഹി എക്സ്-ഷോറൂം പ്രൈസ്. പഴയ മോഡൽ വെച്ച് നോക്കുമ്പോൾ ഡൊമിനറിന് ഒരു 6,000 രൂപയാണ് 400ന് കൂടിയിട്ടുള്ളത്.